അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുൻപ് വിക്കിപീഡിയയിൽ ഇദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി എടുത്തു നോക്കാതെ ഇദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായി വരുന്ന സിനിമകൾ ഏതൊക്കെയൊന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് തീർച്ചയായും പറവ. നമ്മളെല്ലാവരും ഒരുപക്ഷെ ഇദ്ദേഹത്തെ ആദ്യമായി നോട്ട് ചെയ്ത സിനിമയായിരിക്കും അത്. ഇനി അടുത്തത് വരത്തൻ സിനിമയിലെ ആ ഒരു സൈഡ് വില്ലൻ. ശേഷം ബിടെക് എന്ന ആ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് സിനിമയിലെ ഇന്നസെന്റ് കോളേജ് ബോയ്. ഇനി ജൂൺ എന്ന രജീഷ വിജയൻ ചിത്രത്തിലെ ആ രണ്ടാമത്തെ കാമുകന്റെ വേഷം അഥവാ ആ പോലീസുകാരന്റെ കഥാപാത്രം. അടുത്തത് ജാനേമൻ എന്ന ചിത്രത്തിലെ സമ്പത്ത്. ശേഷം അജഗജാന്തരം എന്ന ചിത്രത്തിലെ ആ ഒരു വില്ലൻ വേഷം. ശേഷം സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിലെ ആ സാധാരണക്കാരനായ കാമുകൻ. ഇനിയാണ് ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു കഥാപാത്രം, രോമാഞ്ചം സിനിമയിലെ നായകന്മാരുടെ റൂമിലേക്ക് വരുന്ന ആ ഒരു അതിഥി. ലിസ്റ്റിനി അവസാന ഭാഗത്തേക്ക് അടുക്കുമ്പോൾ ബ്രഹ്മയുഗത്തിലെ ആ ഒരു കഥാപാത്രവും ആനന്ദ് ശ്രീബാല എന്ന ചിത്രത്തിലെ ആ ഒരു പോലീസുകാരനും. ഏറ്റവും അവസാനത്തേത് തലവര. ഈ അടുത്ത കാലത്തായി ഇറങ്ങിയതിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുള്ള ഒരു സിനിമ. സോ ഇത്രയുമാണ് അർജുൻ അശോകൻ എന്ന നടന്റെ പേര് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ കഴിയുന്ന സിനിമകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഇദ്ദേഹത്തെ പറ്റിയുള്ള എന്റെ അഭിപ്രായം അത് ഞാൻ ഓൾറെഡി പറയാതെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഈ അക്കമിട്ട് നിരത്തിയ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു. അതിൽ നായകനുണ്ട്, മൾട്ടി സ്റ്റാറുകളിൽ ഒരുവനായുണ്ട്, നായകന് താഴെ നിൽക്കുന്ന സഹതാരമായുണ്ട്, മെയിൻ വില്ലനായി വരുന്നുണ്ട്, സഹവില്ലനായും വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ആകെ മൊത്തം പറഞ്ഞാൽ ഞാനൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് നായകനായ തീരൂ എന്നൊരു ഷാഠ്യം ഇദ്ദേഹത്തിനില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹം ഒരുപാട് കാലം ഇവിടെ നിലനിൽക്കും എന്നും എനിക്ക് തോന്നുന്നു. ഗോകുൽ സുരേഷ്, കാളിദാസ് ജയറാം പോലുള്ള ആക്ടേഴ്സ് പരാജയപ്പെട്ടു പോകുന്നതും ഈ ഒരു ആസ്പെക്റ്റിലാണ്.